രാജീവ് ചന്ദ്രശേഖരൻ നല്ലൊരു വ്യക്തിയാണ്. ജയിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോപ്പില്ല. പിന്നെ ശശി തരൂരിന് ഫുൾ ഹോപ്പാണ്. പക്ഷേ ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഒരു കുന്തം നടത്തിയിട്ടില്ല. പിന്നെ ജയിച്ചിട്ട് എന്താ ഉപയോഗം? എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, നമ്മൾ മേലാണ്. പക്ഷേ ഈ മെയിൻ ബീച്ചിൽ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല. അത് നമുക്ക് അത്യാവശ്യമാണ്. പന്ന്യം ജയിക്കേണ്ട സാധ്യതയുണ്ട്. പന്ന്യം ജയിക്കേണ്ട സാധ്യതയുണ്ട്. പ്രാവശ്യം എന്നെ സംബന്ധിച്ചുള്ള ഏറെക്കുറെ ഇവിടെ പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള പന്ന്യൻ്റെ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് എൻ്റെ ഒരു പ്രതീക്ഷ പന്ന്യൻ ജയിക്കുമെന്നുള്ളതാണ്. We have with us the locals of Thiruvananthapuram. Let's just get a view of what they have to see, speak about their aspirations as far as Thiruvananthapuram is concerned. നിങ്ങളിപ്പം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ രാഷ്ട്രീയ ഒരു ഇലക്ഷൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഇപ്പം ശശി തരൂറും രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനുമാണ് ഇവിടെ നിൽക്കുന്നത്. എന്ത് തോന്നുന്നു? നമ്മളിപ്പോൾ ഇതിലിപ്പോൾ രണ്ടുപേർക്കും നമുക്ക് മുൻഗണന ഉണ്ട്. അതായത് ശശി തരൂരിൻ്റെയും പന്ന്യൻ രവീന്ദ്രൻ്റെ, അവർ രണ്ടുപേരും രണ്ട് മികച്ച ഇതാണ്. രണ്ടുപേർക്കും നല്ല പ്രതീക്ഷ ഉണ്ട്. നമുക്കിവിടെ തിരുവനന്തപുരത്തായിട്ട് വികസനത്തിൻ്റെ നല്ല ഇതുണ്ടാകും. ഓക്കെ, എന്ത് തോന്നുന്നു ഇവിടുത്തെ പ്രധാന വിഷയങ്ങൾ എന്താണ് ആക്ച്വലി ഈ ബീച്ചുമായി ബന്ധപ്പെട്ടിട്ട്? നമ്മളിപ്പോൾ എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, നമ്മൾ മേലാണ്. പക്ഷേ ഈ മെയിൻ ബീച്ചിൽ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല. അത് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ എത്രയോ വർഷമായിട്ട് ഇവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല. ഈ പ്രൈവറ്റ് ഇതിൽ മാത്രമേ ഒരു ടോയ്ലറ്റ് ഉള്ളൂ. ഇപ്പോൾ എത്രയോ ആൾക്കാർ വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ അതിനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അത് നമുക്കിവിടെ മെയിനായിട്ടൊന്ന് ചെയ്യണം. അത് നമുക്ക് ഇതിൻ്റെ മുമ്പ് എത്രയോ വാർത്തയിൽ ഇത് എല്ലാ മീഡിയാസൊക്കെ എടുത്താണ്. പക്ഷേ ഇന്ന് ഒരു പരിഹാരം ഇതുവരെയായിട്ട് ആരും ഇവിടെ ചെയ്തിട്ടില്ല. കാരണം ഈ മേലിൽ കാണുന്ന ഈ പാർക്ക് എന്ന് പറയുമ്പോൾ അത് പ്രൈവറ്റാണ്. അത് ലീല ഗ്രൂപ്പിൻ്റെ ആണ്. അപ്പോൾ അവർ ഇതിലാണ് ഒരു ചെറിയ ടോയ്ലറ്റ്. അത് എപ്പോഴും വെള്ളം കാണും, ചിലപ്പം കാണില്ല. പക്ഷെ നമുക്കിവിടെ മെയിനായിട്ട് അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇലക്ഷൻ ഇപ്പോൾ ഇവിടെ നമുക്കിപ്പം എൻ്റെ അഭിപ്രായത്തിൽ ശശി തരൂർ നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഇവിടെ നല്ല ജനപിന്തുണയുള്ള നായകൻ തന്നെയാണ്. പുള്ളി അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം ഉള്ള ആളാണ്. പുള്ളി വികസനത്തിനെക്കുറിച്ച് പുള്ളിക്ക് കുറച്ച് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് ജയിച്ചപ്പോഴും പുള്ളി കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി കുറച്ചൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ശശി തരൂരിനാണ് ചാൻസ് കൂടുതൽ. കാര്യം അയാളുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മളിപ്പോൾ ന്യൂജൻ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് തന്നെ ഇതാണ്. പിന്നെ എൻ്റെ പേര് പ്രകാശ് എന്നാണ്. പിന്നെ എതിരാളിയായിട്ട് നിൽക്കുന്ന പന്ന്യൻ രവീന്ദ്രനും അത്യാവശ്യം ജനപിന്തുണയുള്ള നായകൻ തന്നെയാണ്. ഇത്തവണ മത്സരം അവർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ശശി തരൂർ തന്നെ ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പന്ന്യം ജയിക്കേണ്ട സാധ്യതയുണ്ട്. പന്ന്യം ജയിക്കേണ്ട സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഇതുകൊണ്ട്. അതെ, ഇവിടെ ചാൻസ് ഇല്ല. ഈ പ്രാവശ്യം ചാൻസ് കാണൂല എന്നാണ് ഉറപ്പ്. ചാൻസ് കുറവാണ്. ഇവിടെ കടപ്പുറത്തുള്ളവരൊക്കെ പന്ന്യന് വോട്ട് ചെയ്യാനാണോ ചാൻസ്? ഓ അതെ അതെ. ശ്രീധരൻ. ആര് ജയിച്ചാലും നമുക്കൊരു പ്രതിഫലവും ഇല്ല. ഒരു വീട്, ഒരു സ്ഥലവും നമുക്ക് എഴുതി കൊടുത്താൽ അതൊന്നും കിട്ടൂല. ആര് ജയിച്ചാലും നമുക്കൊരു പ്രതിഫലവും ഇല്ല. ഞങ്ങൾക്ക് എന്തായാലും ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ഇത്തിരി ഒരു വീട് കിട്ടണം, അത്രയേ ഉള്ളൂ. അന്നോട്ട് ഇന്ന് വരെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ വോട്ട് ചെയ്യണം. എന്നാലും ഒരു ഫലവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യാൻ? അപ്പോൾ ഇപ്രാവശ്യം ഒരു ചേഞ്ചിനാണെങ്കിലും വോട്ട് ചെയ്യോ ശശി തരൂറിന്? അല്ലെങ്കിൽ ഇല്ല, നമ്മൾ എനിക്കൊരു വോട്ടുള്ള കാലം വരെ തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഇതുവരെയ്ക്കും മാറിയില്ല. പ്രാവശ്യം എന്നെ സംബന്ധിച്ചുള്ള ഏറെക്കുറെ ഇവിടെ പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള പന്ന്യൻ്റെ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് എൻ്റെ ഒരു പ്രതീക്ഷ പന്ന്യൻ ജയിക്കുമെന്നുള്ളതാണ്. ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും എന്താണ് അഭിപ്രായം? ശശി തരൂർ ഈസ് എ ഗുഡ് കാൻഡിഡേറ്റ്. രാജീവ് ചന്ദ്രശേഖർ ഈസ് എ മച്ച് ബെറ്റർ കാൻഡിഡേറ്റ്. ബട്ട് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് എനിക്ക് തോന്നുന്നത് പന്ന്യൻ രവീന്ദ്രൻ ഹാസ് എ അപ്പർ ഹാൻഡ് എന്നുള്ളതാണ് തോന്നുന്നത്. ഒരു തീരുമാനം പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം ഇവിടെ ഭയങ്കര ഇതാണ് നടക്കുന്നത്. എന്നാലും സുധീർഖാന് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവില്ല, ലൈക്ക് ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ ഇപ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് ജയിക്കാനാണ് ഇവിടത്തേത്. ശശി തരൂർ നിൽക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. ജയിക്കും ഉറപ്പായിട്ട്. കാരണം പുള്ളിക്കാർ നേരത്തെ ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ള പുള്ളിക്കാണ്. നാടുമായിട്ട് നല്ല സഹകരണം കാര്യങ്ങളുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഉറപ്പായിട്ടും
പന്ന്യൻ രവീന്ദ്രൻ തന്നെ ജയിക്കുള്ളൂ. ജയിക്കാനാണ് ചാൻസ്. ശശി തരൂറുണ്ട്, പന്ന്യൻ രവീന്ദ്രൻ, അതേപോലെ രാജീവ് ചന്ദ്രശേഖറുണ്ട് ബി.ജെ.പിയുടെ. എന്താ ചേട്ടൻ്റെ ഒരു അഭിപ്രായം? രാജീവ് ചന്ദ്രശേഖരൻ നല്ലൊരു വ്യക്തിയാണ്. ജയിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോപ്പില്ല. പിന്നെ ശശി തരൂരിന് ഫുൾ ഹോപ്പാണ്. പക്ഷേ ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഒരു കുന്തം നടത്തിയിട്ടില്ല. പിന്നെ ജയിച്ചിട്ട് എന്താ ഉപയോഗം? എന്തെങ്കിലും ഈ നമ്മളെ നാട് ടിമാരത്തിന് അല്ല നമ്മളെ ഈ കോളത്തിന് വേണ്ടി എന്തെങ്കിലും ഉപയോഗം വേണ്ടേ? ഒരു ഉപയോഗമില്ല. പക്ഷേ പുള്ളിക്കാരനെ ജയിക്കുള്ളൂ, അത് വേറെ സത്യം. പക്ഷേ ജയിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളവർ മത്സരിക്കാതിരിക്കുകയാണ് നല്ലത്. കാര്യം സ്വന്തം നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവില്ലെങ്കിൽ മത്സരിക്കരുത്. അത് അവർ തീരുമാനിക്കാനുള്ള തീരുമാനമാണ്. പാവപ്പെട്ട ജനങ്ങളൊക്കെ ഉപദ്രവിക്കുന്നതിന് ഇതേ എനിക്ക് പറയാനുള്ളൂ. ട്രെൻഡ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ജയിക്കുന്ന സമയത്ത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ജയിച്ചിട്ടും കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു ഉപയോഗമില്ല, എല്ലാം കുത്തുവളായില്ലേ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാം ഒരു ഇതില്ല. പക്ഷേ എനിക്ക് പന്ന്യൻ ജയിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ജയിക്കില്ലെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതാണ് സത്യം. സത്യം പറയുന്നതിൽ വിഷയമൊന്നുമില്ലല്ലോ. താങ്ക് യു. ഈ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, കാട്ടത്തോളം നല്ല അഭിപ്രായമാണ്. പക്ഷേ ഇവിടെ ബി.ജെ.പിയുടെ സ്ട്രെങ്ത് അല്ലാത്തതിൻ്റെ പേരിൽ ജയിക്കാൻ സാധ്യതയില്ല, അതാണ്. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ നന്നാവും, അത് വിശ്വാസമാണ്, പൂർണ്ണ വിശ്വാസമാണ്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നാവും. അത് ബി.ജെ.പി ജയിച്ചു കഴിഞ്ഞാൽ നന്നാവും, പക്ഷേ ജയിക്കാൻ ഹോപ്പില്ല. കാൻഡിഡേറ്റ്സ് ആണ് ശശി തരൂർ, പന്ന്യൻ രവീന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖരൻ. എന്ത് തോന്നുന്നു ഇപ്രാവശ്യത്തൊരു? ഈ പ്രാവശ്യം തോന്നലെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും വലിയ മഹാന്മാരാണ്. തരൂരും പന്ന്യൻ രവീന്ദ്രനും 15 വർഷം 10 വർഷം ഭരിച്ച ആൾക്കാരാണ്. അതിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ബി.ജെ.പിയുടെ നേതാവായിരിക്കുന്ന പേരൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹം ജയിച്ചു പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹം ജയിക്കണം, എങ്കിൽ മാത്രമേ ഈ ഭരണത്തിനൊരു മാറ്റം ഉണ്ടാകുകയുള്ളൂ. ഈ നാട് നന്നാകാൻ ഒരു വഴിത്തിരിവാണെന്ന എൻ്റെ വിശ്വാസം. എനിക്ക് പറയാനുള്ളൂ. For such fine news breaks and video features from ground on your mobile phones, don't forget to subscribe to our channel, The New Indian, by clicking on the bell icon. Also, follow us on the social media handles on Instagram, Twitter, Facebook and Co.